ഇന്റൽ NUC അഥവാ നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് 2013 മാർക്കറ്റിലേക്ക് വന്ന ഇത്തിരി കുഞ്ഞൻ കമ്പ്യൂട്ടറാണത്. ഞാനും ഒരു NUC യൂസറാണ്. എനിക്കും ഒരു 8th ജനറേഷൻ i3 ബേസ്ഡ് ഒരു NUC ആണുള്ളത്. 2023 കൂടി ഇന്റലിന്റെ കംപ്ലീറ്റ് NUC ബിസിനസ്സും അസൂസിന് കൈമാറുകയാണ് ഇന്റൽ ചെയ്തത്. അന്ന് മുതൽ ഇന്റൽ NUCക്ക് പകരം അസൂസ് NUC എന്ന പേരിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങി. മനുഷ്യൻ സ്ഥലപരിമിതി കൊണ്ട് ഓഫീസുകളിലും വീടുകളിലും ബുദ്ധിമുട്ടുമ്പോൾ എന്തുകൊണ്ടും നല്ലൊരു സൊല്യൂഷനാണ് NUC എന്നുള്ളത്. മാത്രമല്ല ഭീമാകാരമായ കറണ്ട് ബില്ലുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അത്രയ്ക്ക് എനർജി എഫിഷ്യന്റ് കൂടാണ് ഈ കുഞ്ഞൻ PC. NUC 14 എസെൻഷ്യൽ സീരീസിൽ വരുന്ന ഒരു മോഡലാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. പവേർഡ് ബൈ ഇന്റൽ കോർ N സീരീസ് ആണ്. മോഡൽ നമ്പർ 150 6 വാട്ട്സ് TDP മാത്രം വരുന്ന ഒരു പവർ എഫിഷ്യന്റ് പ്രോസസർ ആണ്. ഇതൊരു ബെയർബോൺ NUC ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള സ്റ്റോറേജ് മെമ്മറി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസ് മേടിച്ച് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂസറിന് തന്നെ വളരെ ഈസി ആയിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു 16GB റാമും 512GB NVMe ആണ്. PC ആൾ ചെറുതാണെന്നുണ്ടെങ്കിലും കണക്ടിവിറ്റി ഓപ്ഷൻസിന് യാതൊരു പഞ്ചവും ഇല്ല. ഫുൾ സൈസ് USB 5 എണ്ണം വരുന്നുണ്ട്. 2 Type C USB, അതിനകത്ത് ഒരെണ്ണം DP പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അഡീഷണൽ നിങ്ങൾക്ക് HDMI ഡിസ്പ്ലേ പോർട്ടും അവൈലബിൾ ആണ്. 3 4K മോണിറ്ററിന്റെ ഔട്ട് നിങ്ങൾക്ക് അറ്റ് എ ടൈം എടുക്കാനായിട്ട് പറ്റും. നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് Wi-Fi 6 അവൈലബിൾ ആണ്. വയേർഡ് ലാൻഡ് പോർട്ട് അവൈലബിൾ ആണ്. ബ്ലൂടൂത്തും ഇന്റഗ്രേറ്റഡ് ആണ്. വീട്ടിലൊരു വലിയ TV ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായും NUC കൺസിഡർ ചെയ്യാവുന്ന ഒരെണ്ണമാണ്. നിങ്ങൾക്ക് ഒരു മീഡിയ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് പോലും ഇതിനെ യൂസ് ചെയ്യാം. ഒരു വയർലെസ് കീബോർഡ് മൗസും കൂടെ ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ കണ്ടത് ഏറ്റവും ബേസ് മോഡൽ NUCയുടെ ഒരു ഫീച്ചറാണ്. ഇതിന്റെ ഹയർ എൻഡ് മോഡൽസ് വിത്ത് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഒക്കെ അവൈലബിൾ ആണ്. മോണിറ്ററിലൊക്കെ മൗണ്ട് ചെയ്യാനുള്ള ESA മൗണ്ടും അതിന്റെ സ്ക്രൂസും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് പാക്കേജിൽ. 3 years വാറന്റിയാണ് ഈ പ്രൊഡക്റ്റിന് അസൂസ് ഓഫർ ചെയ്തിരിക്കുന്നത്.